പ്രശസ്തമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ അധികൃതരുടെ അനുമതിയില്ലാതെ പരസ്യചിത്രങ്ങളും റീൽസുകളും ചിത്രീകരിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ക്ഷേത്രം അടച്ചിരുന്ന സമയത്ത് അനധികൃതമായി അകത്ത് കടന്നാണ് ചിത്രീകരണം നടത്തിയത്. സംഭവത്തിൽ ചെങ്ങന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ ചെങ്ങന്നൂർ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ അഖിൽ ജി കുമാർ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകി. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് അനുമതിയില്ലാതെ അതിക്രമിച്ചു കയറിയെന്നും ക്ഷേത്രത്തിന്റെ പരമ്പരാഗത ആചാരങ്ങൾക്കും ശുദ്ധിക്കും ഭംഗം വരുത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. റീൽസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ട ശബരീശ്വര സേവാസമിതി അംഗങ്ങൾ ഉടൻ തന്നെ ചെങ്ങന്നൂർ ദേവസ്വം മാനേജർക്ക് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് മാനേജർ തുടർ നടപടികളിലേക്ക് കടന്നതും പോലീസിനെ സമീപിച്ചതും. ഇത് നിലവിലെ ഈ ക്ഷേത്രത്തിൽ റീൽ ചിത്രീകരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ കൃത്യമായ അനുവാദങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് നടത്തേണ്ടത്. അനുവാദങ്ങൾ വാങ്ങാതാണ് ഇത് ചെയ്യുന്നത്. ഒന്ന്, ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് അനധികൃതമായി കയറുക, ചിത്രീകരണം നടത്തുക, ഇതൊക്കെയെന്ന് പറയുന്നത് തെറ്റായ വശങ്ങളാണ്. അപ്പം അതിന് അനുവാദം വാങ്ങിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ. അത് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് നിയമവശങ്ങൾ തേടേണ്ടി വന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെങ്ങന്നൂർ പോലീസ് അന്വേഷണവും തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. മഹാദേവ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ പരസ്യ ചിത്രീകരണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ശബരീശ്വര സേവാസമിതിയും ആവശ്യപ്പെട്ടു. ഇനിമേലിൽ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും ഭക്തർക്ക് ഭീഷണിയായി ക്ഷേത്ര പരിസരം കാടുകയറി കിടക്കുന്നത് വെട്ടിത്തെളിക്കണമെന്നും ക്ഷേത്ര പരിസരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നുമാണ് ഭക്തരുടെ ആവശ്യം. ജനം, ആലപ്പുഴ.